ഹലോ. വൈകുന്നേരം ചപ്പാത്തിക്ക് എന്ത് കറിയാക്കുന്ന കൺഫ്യൂഷൻ ആക്കി ഇരിക്കുന്ന സമയത്താണ് ദാ ഇവനെ കിട്ടിയത്. ഇത് സീ ബ്രീം. നാട്ടിൽ ഇത് കിളിമീൻ വർഗ്ഗത്തിൽപ്പെട്ട മീനാണെന്നൊക്കെ ഗൂഗിൾ പറയുന്നത്. അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷെ അറിയുന്ന ഒരു കാര്യം, ഇത് എങ്ങനെ വെച്ചാലും നല്ല രുചിയുള്ള ഒരു മീനാണ്. അതുകൊണ്ട് തന്നെ അധിക റെസിപ്പി നോക്കി നമ്മൾ സമയം കളയുന്നില്ല. അപ്പൊ ഇന്ന് തലശ്ശേരി സ്റ്റൈൽ ഒരു പുളിമുളകായാലോ? അതെ, അത് ആദ്യം തന്നെ ഞാൻ ചെയ്തത് കൈ കിട്ടിയ മീനെടുത്ത് അതിന്റെ ചെതുമ്പിൽ അഥവാ തുളി അത് നന്നായി വൃത്തിയാക്കി കൊടുത്തു. ശേഷം ഇത് പീസ് പീസ് പീസായിട്ട് മുറിച്ചു കൊടുത്തു. അതിനിടയിൽ തല മുറിച്ച് വലിയ വശമൊന്നുമില്ലാത്തതുകൊണ്ട് ഏതൊക്കെയോ വശത്തോടെ മുറിച്ച് ഇതിന്റെ കൂടെ ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പുളിമുളകിന് ആവശ്യമായ പുളി അത് കുതിർത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ആയ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇത്രയും കാര്യങ്ങൾ മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. ശേഷം നമ്മൾ പുളിമുളകിന് ആവശ്യമായ അത്രയും മീൻ കഷ്ണങ്ങൾ എടുത്ത് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇത് മൂന്നും കൂടെ കൂട്ടി പെരക്കി മാറ്റി വെച്ച് കൊടുത്തു. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി, ചൂടായ എണ്ണയിലേക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് ഉപ്പിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വന്ന സമയത്ത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് അതിന്റെ പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ പൊടി ഐറ്റംസ് ആയ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കായം കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചക്കുത്ത് മാറുന്നവരെ വഴറ്റിയെടുത്തു. ശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച പുളി അത് തിരുമ്മി അതിന്റെ വെള്ളം കൂടെ ചേർത്തു. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത്, പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിള വരുന്നവരെ കാത്തുനിന്നു. ശേഷം നമ്മൾ പെരക്കി വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മീൻ വെന്ത് ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ സെറ്റായി. അപ്പൊ അതിനിടയിൽ ഞാൻ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മളെ കറി ഏതാണ്ട് സെറ്റായി. ഓക്കെ, സെറ്റായി. കുറച്ച് ഉപ്പ് കുറവാണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചപ്പാത്തിന്റെ കൂടെ ഈ കറി നല്ല ചൂട് പുളിയും മുളകും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.